ഞാൻ മേരി മെറ്റിൽഡ. വെനസ്ഡേ സീരീസിൻ്റെ എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ വെനസ്ഡേ സീരീസ് എന്നല്ലേ? ഞാൻ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇനി മുതൽ ബുധനാഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരുമിച്ച് വളരാം, ഗ്രോയിങ് ടുഗെദർ എന്ന ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെറുതെ ഇരുന്നാലും പറ്റില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം. ആ ശ്രമം കുറച്ചും കൂടി ബെറ്ററാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഒരുമിച്ച് വളരുക എന്നുള്ളത്. കുറച്ച് പേര് ചേർന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഓരോരുത്തരും ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സിനർജി. അപ്പം നമ്മളെല്ലാവരും ബെറ്ററാകാനുള്ളൊരു പ്രയാണത്തിലാണ്. അത് കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളായിട്ട് ഓരോരുത്തർക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഗ്രോയിങ് ടുഗെദർ. അതുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡുകൾ എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. കുറേ കാര്യങ്ങൾ കേട്ടതുകൊണ്ടായില്ലല്ലോ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഈ എപ്പിസോഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം അതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ഒരു ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ മൂഡ്സ് നമ്മുടെ പ്രവൃത്തികളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഹാപ്പി മൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജറ്റിക് ആക്കുന്ന മൂഡാണ്. രാവിലെ തന്നെ ഒരു ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹാപ്പി മൂഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. രാവിലെ തന്നെ നമ്മളൊരു 10-15 മിനിറ്റ് ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ആക്ടിവിറ്റി 1, എനിക്ക് അലാറം വെച്ച് കിടന്നാലേ ഉണരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അലാറം വെച്ച് കിടക്കാറുണ്ട്. അപ്പോൾ അലാറം അടിക്കുമ്പോൾ ഉണരുക. ഉണർന്നാൽ മാത്രം പോരെ, എഴുന്നേക്കണം. എഴുന്നേക്കാൻ നമുക്ക് തോന്നണം. അപ്പോൾ പലരും പറയൂലേ, അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. ആ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചാടി എഴുന്നേക്കണ്ട. 10 to 1 റൂൾ. എഴുന്നേക്കാൻ അത്ര ധൃതിയൊന്നും വേണ്ട. 10, 9, 8 അങ്ങനെ എണ്ണി 1 വരെ എണ്ണിയിട്ട് എഴുന്നേക്കുക. അപ്പോൾ ഇങ്ങനെ എണ്ണുന്നതുകൊണ്ടുള്ള ഗുണം, ഇപ്പോൾ എഴുന്നേക്കണ്ട പിന്നെ എഴുന്നേക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു സ്ഥിരം ചിന്തയുണ്ടല്ലോ, അത് ഒഴിഞ്ഞു പോകും. ഇനി ആക്ടിവിറ്റി നമ്പർ 2, നമ്മൾ എഴുന്നേറ്റ് കട്ടിലയിലിരിക്കുക. കട്ടിലയിലിരുന്ന ശേഷം ആദ്യത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്കിന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റി, ഞാനൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുകയാണ്, അതിന് നന്ദി പറയണ്ടേ. അതിനോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന. രാവിലെ നമുക്ക് നല്ല സമാധാന സന്തോഷം തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദ സെറിനിറ്റി പ്രെയർ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ സെറിനിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശാന്തത, സമാധാനം, ഇതൊക്കെ ചേരുന്ന ഒരു വാക്കാണ് സെറിനിറ്റി. ഡോക്ടർ റെയിൻഹോൾഡ് നീബറിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് അത് അറിയപ്പെടുന്നത്. സെറിനിറ്റി പ്രെയർ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഗോഡ് ഗീവ് മീ സെറിനിറ്റി ടു ആക്സെപ്റ്റ് ദ തിങ്സ് വിച്ച് ഐ കനോട്ട് ചേഞ്ച്. അങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ദൈവമേ, എനിക്ക് മാറ്റാൻ പറ്റാത്തതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ശാന്തത, മനസാന്നിധ്യം എനിക്ക് തരണമേ. എനിക്ക് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനുള്ള ധൈര്യം എനിക്ക് തരണമേ. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള, അതായത് എനിക്കെന്ത് മാറ്റാൻ പറ്റും, എനിക്കെന്ത് മാറ്റാൻ പറ്റില്ല, ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണല്ലേ. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. ആക്ടിവിറ്റി നമ്പർ 3, എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആക്ടിവിറ്റി നമ്പർ 4, ഉടനെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇനി നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്കും ചെസ്റ്റും ഡയഫ്രം ഇതെല്ലാം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഡയഫ്രത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. സ്റ്റൊമക്കും ചെസ്റ്റും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഡയഫ്രം. വായു ശക്തിയായിട്ട് ഉള്ളിലേക്കെടുത്ത് നന്നായിട്ട് പുറത്തേക്ക് വിടുക എന്ന് വെച്ചാൽ ഡയഫ്രവും ചെസ്റ്റും സ്റ്റൊമക്കും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ കുറച്ചു നേരം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 5, നമ്മൾ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് കുറച്ച് ബാലൻസിങ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. ഞാനൊരു സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഞാൻ ബാലൻസിങ് എക്സസൈസ് കുറച്ച് ചെയ്യാറുണ്ട്, സ്ട്രെച്ചിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ബാലൻസിങ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കസേര എടുത്തിട്ട്, ഒരു കസേര കയ്യിലുണ്ടെങ്കിൽ അത് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. പൊക്കി ചെയ്യാവുന്ന ഒരു എക്സസൈസ് ഉണ്ട്. കാല് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വെക്കുക. പിന്നെ നമ്മൾ
കസേരയിൽ കൈ പിടിച്ചിട്ട് വേണമെങ്കിൽ ഭാരം മുഴുവനും വലത്തുകാലിലേക്കാക്കി ലെഫ്റ്റ് കാല് പതുക്കെ പൊങ്ങുക, തിരിച്ചും അങ്ങനെ ചെയ്യുക. താഴെ ഇരുന്ന് ചെയ്യാവുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ കസേര പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബാലൻസിങ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 6 നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഒരു 3 മിനിറ്റ് സമയം, അതെന്താണെങ്കിലും ആകാം. ഞാൻ സാധാരണ പാടാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യാറുണ്ട്. ഇനി ആരുടെയെങ്കിലും ഒരു അടിപൊളി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പുസ്തക വായനയാണെങ്കിൽ ഒരു പുസ്തകം എടുത്ത് കുറച്ച് പേജ് വായിക്കുക. ഡു സംതിങ് യു എൻജോയ്. ഇത്ര ആക്ടിവിറ്റീസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നോ? 4 ഹാപ്പി ഹോർമോണുകളാണുള്ളത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫീൽ ഗുഡ് ഹോർമോണായ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. ബാലൻസിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്യുമ്പോൾ എൻഡോർഫിൻ ആക്ടിവേറ്റഡ് ആവും. പിന്നെ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ സെറാറ്റോണിൻ എന്ന ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. പിന്നെ നമ്മൾ ഒരുമിച്ചാണല്ലോ, നമ്മുടെ കൂടെ കുറച്ച് ആളുകളുണ്ടെന്നുള്ള ചിന്തയില്ലേ, അത് ഓക്സിറ്റോസിൻ എന്ന ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ അടിപൊളി ഒരു വർക്ക്ഷീറ്റ് ഞാൻ ഇതിനകത്ത് ഇടാം കേട്ടോ. നാളെ വ്യാഴാഴ്ച തുടങ്ങി അടുത്ത ബുധൻ വരെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. അത് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റാനുള്ള ഒരു തുടക്കമാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. വ്യാഴാഴ്ച എന്താ സംഭവിച്ചത്, നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി, അങ്ങനെ 6 ആക്ടിവിറ്റി നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ആക്ടിവിറ്റിയിൽ നമ്മൾ പുറകോട്ട് പോയോ അത് കണ്ടെത്തി. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിത് മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം 1% ഇമ്പ്രൂവ്മെൻറ്റ്, 3-ാമത്തെ ദിവസം വീണ്ടും 1% ഇമ്പ്രൂവ്മെൻറ്റ്. അങ്ങനെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആഡ് ഓൺ ചെയ്തു പോയി നമ്മൾ വലിയ സംഭവങ്ങളാകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തുടങ്ങിയില്ലേ, ഒരു നോട്ട്ബുക്കൊക്കെ വേണം കേട്ടോ. വർക്ക്ഷീറ്റ് ഞാൻ അതിൻ്റെ മോഡൽ കാണിച്ചു തരാം. അതിൽ വരച്ചു മാർക്ക് ചെയ്ത് കൃത്യതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വെനസ്ഡേ സീരീസ് എപ്പിസോഡ് 1 നിങ്ങൾ പ്രാവർത്തികമാക്കണം കേട്ടോ. അടുത്ത ബുധനാഴ്ച 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.